ഡയറക്ടർ സജിൻ ബാബു ബിരിയാണി എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ഷൻ ചെയ്ത തിയേറ്റർ എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു. വളരെ നല്ലൊരു സിനിമയാണ്. നല്ലൊരു കൺസെപ്റ്റാണ് അവർ സിനിമയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ പെർഫോമൻസുകളെല്ലാം ഈവൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ പോലും അവരെ പെർഫോമൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റിമ കല്ലിങ്കൽ ആസ് യൂഷ്വൽ എല്ലാ സിനിമകളിലും പുള്ളിക്കാരി ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ സിനിമയിൽ ഒട്ടും മോശമില്ല, അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഒപ്പം തന്നെ പുള്ളിക്കാരുടെ അമ്മ വേഷം ചെയ്ത ചേച്ചി ഗംഭീരമായിരുന്നു. ആ അമ്മ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. പിന്നെ നമ്മുടെ അഖിൽ കബലിയൂർ, അങ്ങനെ പിന്നെ ഒട്ടനവധി ചെറിയ ചെറിയ വേഷം, ആദ്യം പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ആർട്ടിസ്റ്റുകൾ പോലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റബിൾ ആവും, നമ്മുടെ കൾച്ചറുമായി കണക്റ്റ് ആവുന്ന, നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആവുന്ന തരം ഒരു കൺസെപ്റ്റാണ് അവർ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുമുണ്ട്. സോ നിങ്ങളെല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ ഈ തിയേറ്റർ എന്നുള്ള സിനിമ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചിത്രങ്ങൾ, ഇതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂവിക്ക് സാധാരണ തിയേറ്ററിൽ അധികം ഓഡിയൻസ് അങ്ങനെ പോവാറ്, മീൻസ് ഇതുമായി റിലേറ്റബിൾ ആവുന്ന ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചധികം ആൾക്കാരായിരിക്കും ഈ ഫെസ്റ്റിവൽ ഓറിയന്റഡ് മൂവീസ് കൂടുതൽ കാണാൻ പോകുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഇത് ഒരു തരി പോലും ലാഗ് തോന്നിക്കാണ്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ആ ഒരു ഫീല് നമുക്ക് നൽകിക്കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു സിനിമയാണ്. സോ അടുത്തുള്ള തിയേറ്ററിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി, നല്ലൊരു സിനിമയാണ്. എല്ലാവരും കണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.